രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രചരണത്തിനെത്തിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പോ മോനെ വിജയ എന്ന് പറയുന്ന ഒരു പ്രയോഗമൊക്കെ നടത്തി പ്രസംഗമൊക്കെ നടത്തിയായിരുന്നു. അതിനിപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് പിണറായി വിജയൻ. ആ മറുപടി ഒരു വല്ലാത്ത മറുപടിയാണ്. അതായത് ഡാഷ് മോനെ രേവന്ത നിനക്കുള്ള മറുപടി വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി സഭ്യമായ രീതിയിലുള്ള ഒരു മറുപടി നൽകാമായിരുന്നില്ല. അദ്ദേഹം എന്താ ഇങ്ങനെ ആയിപ്പോയത്? അദ്ദേഹം അങ്ങനെ ആയതല്ല. ഇലക്ഷൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മേഖലകളിലും LDF തകരാൻ പോകുന്നു, വിജയിക്കാൻ പോകുന്നില്ല, ധർമ്മടത്തടക്കം സ്ഥിതി വളരെ മോശമാണ്. ഇന്ന് ഷാഫി പറമ്പിൽ അവിടെ ഇറങ്ങുകയും വലിയ തോതിലുള്ള റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000-ങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയത്. ഈ സന്ദർഭത്തിൽ സമനില തെറ്റിയ മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്ന അദ്ദേഹത്തിന് തന്നെ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഒരു ബോധമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണല്ലോ ഡാഷ് മോനെ എന്ന് പറഞ്ഞാൽ നായിൻ്റെ മോനെ, പൊലയാടി മോനെ എന്നതിലപ്പുറത്തേക്ക് പലതരത്തിലുള്ള പച്ചത്തെറികളാണല്ലോ ഉപയോഗിക്കുന്നത്. ആ ലെവലിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അദ്ദേഹം പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടും 3,000 കോടിയോളം രൂപ ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറക്കിയിട്ടും രക്ഷയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ധർമ്മടത്ത് 50,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച ധർമ്മടത്തടക്കം പിണറായി വിജയൻ പൊട്ടിത്തകരുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സമനില തെറ്റിയാൽ അദ്ദേഹം എന്താണ് ചെയ്യാറുള്ളത്? മൈക്കിനോട് പോലും യുദ്ധം ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ. മൈക്കിനെതിരെ കേസെടുപ്പിച്ചിട്ടുണ്ട്. അതിലപ്പുറം വേണോ ഈ രേവന്ത് റെഡ്ഡി ആരാണ് നോക്കുന്നതാണോ പിണറായി വിജയൻ നടക്കുന്നത്? അപ്പം അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിക്കഴിഞ്ഞാൽ മനുഷ്യൻ വിളിച്ചു പറയുന്നതിന് മുമ്പ് വലിയ വിലയൊന്നും കൊടുക്കില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണെന്നുള്ള ധാരണയ്ക്ക് അദ്ദേഹം മറന്നുപോയി. ആ പച്ചത്തെറിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റവും പുതിയൊരു വാർത്ത. കേരളത്തിലെ UDF നേതാക്കന്മാർക്കെതിരെ ചില സ്ത്രീകളെയും കുട്ടികളെയും രംഗത്തിറക്കി അവരെ ലൈംഗികാരോപണ കഥകളും അവിഹിത കഥകളും കൊണ്ടുവന്ന് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളുമുണ്ട്. അത് മുമ്പ് സരിതാ നായരെ എങ്ങനെയാണോ പിണറായി വിജയനും ഗണേശനും കൂടി തകർക്കാൻ വേണ്ടി വ്യാജ ലൈംഗികാരോപണ കഥകൾ കൊണ്ടുവന്നത്, അതേപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർക്കെതിരെ ചില സ്ത്രീകളെ കൊണ്ടുവന്ന് ചില കുട്ടികളെയും കൊണ്ടുവന്ന് വിലക്കെടുത്ത് അല്ലെങ്കിൽ കുട്ടികളെ തന്നെ അടക്കം കൊണ്ടുവന്ന് ഇവിടെയുള്ള ചില പ്രമുഖരായ UDF നേതാക്കന്മാർക്കെതിരെ ലൈംഗികാരോപണ കഥ പ്രക്ഷേപണം ചെയ്യാൻ പോണു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. ഇന്ന് നമ്മൾ കേട്ടൊരു കാര്യം എന്താ? മാത്യു ടി തോമസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ജലസേചന വകുപ്പ് മന്ത്രി, മുൻ ജലസേചന വകുപ്പ് മന്ത്രി 2018 കാലത്ത് പ്രളയ സമയത്ത് ഇവിടെ പ്രളയം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ഈ ഡാമുകൾ ഒന്നിച്ച് തുറന്നിട്ടു. ഘട്ടം ഘട്ടമായി മഴ പെയ്യുന്നതിനനുസരിച്ച് വെള്ളം ഒഴുകിയെത്തുന്നതിനനുസരിച്ച് ഡാം മാനേജ്മെൻറ്റ് നോക്കി കൃത്യമായി വെള്ളം ഒഴുക്കുന്നതിന് പകരം ഒന്നിച്ച് ഒഴുക്കി വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം പ്രളയത്തിലടിപ്പെട്ടിരുന്നു. അന്ന് 493 പേരാണ് കൊല്ലപ്പെട്ടത്. 10 ലക്ഷം പേർക്കാണ് വീടുകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയോ ചെയ്യേണ്ടി വന്നത്, പല ഷട്ടറുകൾ എത്തിയത്. അത്രയും ഭീകരമായൊരു സംഭവം ഉണ്ടായി. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഇത് പുറത്തു വന്നതോട് കൂടിയിട്ട് അതിൽ 300 കോടി രൂപയുടെ അഴിമതിയും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. 300 കോടി എന്ന് പറഞ്ഞാൽ കരിമണൽ ഗ്ലോബിയുമായി ബന്ധപ്പെട്ട് ഒരു ലോറിക്ക് 62 രൂപ മാത്രം വില കൊടുത്ത് അല്ല ഒരു ടണ്ണിന് 62 രൂപ വീതം കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു വഴി 300 കോടിയുടെ അഴിമതി നടത്തി എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ അറിയാതെ സംഭവം നടക്കില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ പിണറായി വിജയൻ അവസാന തുരുപ്പ് ചുട്ടായി ഉപയോഗിക്കാൻ വേണ്ടി സ്ത്രീകളെ ഇറക്കി, വ്യാജമായി സ്ത്രീകളെ ഇറക്കി പണം കൊടുത്ത് ലൈംഗിക ആരോപണങ്ങളും അതേപോലെ അവിഹിത കഥകളും പറഞ്ഞ് അവസാന ഘട്ടത്തിൽ UDF നേതാക്കന്മാരെ എങ്ങനെ തകർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോണതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത്രമാത്രം ശരിയെ തെറ്റെന്ന് എനിക്കറിയില്ല, കിട്ടിയ വിവരമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പിണറായി വിജയൻ ഇത്തരം സമനില തെറ്റിയ പരിപാടികൾ, രാഷ്ട്രീയത്തിൽ കാണിക്കാൻ പാടില്ലാത്ത സദാചാര വിരുദ്ധമായ നിലപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
ആരോട് എന്ത് പറയണമെന്നറിയാത്ത രൂപത്തിലായി. അല്ല, ഇതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയായിരിക്കാം. കാരണം ഇനിയിപ്പോൾ അധികാരത്തിൽ ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് ഏതായാലും എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു കാര്യമായിരിക്കാം. അതുകൊണ്ടാണല്ലോ വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ള മറുപടി വരുന്നത്. ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഡാഷ് മോനെ രേവന്ത എന്നുള്ള പ്രയോഗം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ സമനില തെറ്റി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരാജയഭീതി ഉണ്ടായി അദ്ദേഹം മാനസിക നില തെറ്റിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ സ്വരൂപം വരും. സത്യമാണ് ഗൗതം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഒരു മാഫിയ തലവൻ്റെ സ്വരൂപമാണ്, തട്ടിപ്പുകാരൻ്റെ സ്വരൂപമാണ്, ഈ തെരുവ് തണ്ടികളുടെ സ്വഭാവമാണ് അദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടുള്ളത്. പരനാറി എന്നാണ് ആരെ പറഞ്ഞത്? നമ്മുടെ പ്രേമചന്ദ്രനെ പറഞ്ഞത്. അതേപോലെ നികൃഷ്ടജീവി എന്ന ഒരാളെ പറഞ്ഞിരിക്കുന്നു. ചെറ്റാന്ന് വിളിച്ചിരിക്കുന്നു. ചെറ്റാന്നൊക്കെ രാഷ്ട്രീയത്തിലൊരു മുഖ്യമന്ത്രി ഉപയോഗിക്കാൻ പാടുണ്ടോ? ജി സുധാകരനെ പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന, അല്ല രാഷ്ട്രീയം എന്താവട്ടെ, രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള പിണറായി വിജയന് സമനില തെറ്റിയതും അദ്ദേഹത്തിൻ്റെ അയാളെ നാച്ചർ എന്താണ് കൃത്യമായിട്ട് പിണറായി വിജയൻ എന്തെന്ന് കൃത്യമായി തെളിയിക്കുന്ന വാചകമാണ് ഇതൊക്കെ. ഘട്ടം ഘട്ടമായി ഇപ്പം ഡാഷ് മോനെ എന്നായിരിക്കുന്നു. ആ ഡാഷ് മോനെ വിളിയിൽ തന്നെയുണ്ട് അദ്ദേഹം ഡാഷ് മോൻ ആണെന്നുള്ളത്. ആരാ യഥാർത്ഥ ഡാഷ് മോൻ? പിണറായി വിജയനാണ്. ചെറ്റാന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. പരമനാറി എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അല്ലാതെ ഇവരൊന്നുമല്ല. കാരണം പിണറായി വിജയൻ അവരെ ചെറ്റാന്ന് വിളിച്ചുകൊണ്ടോ പരമനാറി വിളിച്ചുകൊണ്ടോ ഡാഷ് മോനെ എന്ന് വിളിച്ചുകൊണ്ടോ അവരൊന്നും ആരാവുന്നില്ല. യഥാർത്ഥത്തിൽ ഡാഷ് മോനും ചെറ്റയും പരനാറിയും പിണറായി വിജയനാണ്. അങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. സ്വന്തം സ്വഭാവമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അല്ല, ഇവിടെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ പറയുന്നത് നമ്മൾ കേരളത്തിലെ എന്ത് തന്നെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി പോ മോനെ ദിനേശ, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സിനിമാ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനമാണ് പറഞ്ഞത്, പോ മോനെ വിജയ എന്നുള്ളത്. അങ്ങനെ ഒരു മറുപടി നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചുട്ട മറുപടി തന്നെയല്ലേ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് പോ മോനെ ദിനേശ എന്ന് പറയുന്നത് കേരളത്തിൽ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗും കേരളത്തിൽ വൈറലായ ഡയലോഗാണ്. ആ വൈറലായ ഡയലോഗിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി അതേ പ്രാസപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അതിലപ്പുറത്തേക്ക് അതിനകത്ത് യാവുന്നില്ല നമുക്കറിയാം. അത് ആ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര കയ്യടിയും മറ്റുമൊക്കെയാണ്. ഡാഷ് മോനെ എന്ന് പറഞ്ഞപ്പം അതാണ് ഉണ്ടായിട്ടുള്ളത്. ഡാഷ് മോനെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് ഔദ്യോഗികമായി പറഞ്ഞാണ്. മറ്റേ പ്രസംഗത്തിൽ പറഞ്ഞ വാചകമാണ്. പ്രസംഗത്തിൽ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സിനിമാ ഡയലോഗ് ഉപയോഗിച്ചു. അപ്പോൾ സിനിമാ ഡയലോഗിനെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഡാഷ് മോനെ പോ മോനെ ദിനേശ് എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സുപ്രസിദ്ധമായ ഒരു ഡയലോഗാണ്. അത് ആ പറയാത്തവരാരെങ്കിലും ഉണ്ടോ? അതിലത് അശ്ലീലമുണ്ട്. ആ ഡയലോഗ് എഴുതിയ ആൾ ഇപ്പോൾ അറസ്റ്റിലാണ് കേട്ടോ. അയാൾ എഴുതിയ ആള് ഡയലോഗ് എഴുതിയ അതേ രഞ്ജിത്ത് പിണറായി വിജയന്റെ വലങ്കൈ ആയിരുന്നല്ലോ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്നല്ലോ. അദ്ദേഹത്തെ കുറിച്ച് മുമ്പേ ആരോപണം ഉണ്ടായിരുന്നല്ലോ. രേവതിയെ ഗർഭിണിയാക്കി ഭാര്യയെ ഭ്രാന്തിയാക്കി എന്ന് പറയുന്ന നമ്മൾ ആ വീഡിയോ തന്നെ പണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചാണ്. അങ്ങനെയുള്ള ആളെ കൊണ്ടിട്ടല്ലേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആക്കിയത്. ഇപ്പം അവസാനം ഗത്യന്തരമില്ലാത്തതുകൊണ്ട് ഒരു അറസ്റ്റ് നടന്നു എന്നല്ല എന്താണുള്ളത്. അപ്പം അതേപോലെ ഈ രഞ്ജിത്തിനെ പോലെ അറസ്റ്റ് ചെയ്ത പോലെ ഒരു കഥയുണ്ടാക്കി ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി ചില ബോംബുകൾ പൊട്ടിക്കാൻ വേണ്ടി പിണറായി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ മാനസിക ഇതിൽ നിൽക്കുക. ഈ വ്യാജ ബോംബ് പൊട്ടിച്ചാൽ തിരിച്ച് കാഫിർ ഷോട്ടും അതിൽ തിരിച്ചടി കിട്ടുമോ, അതേപോലെ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി സരിതാനാരെ ഉപയോഗിച്ച പോലെ വീണ്ടും അതുപോലെ തിരിച്ചടി കിട്ടുമോ എന്നൊക്കെ പിണറായി വിജയന് വല്ലാത്ത ഒരു പ്രശ്നം ചെയ്യാൻ പോവല്ലേ. ചെയ്തൊക്കെ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പിണറായി വിജയൻ അടുത്ത കാലത്ത് ഇതുപോലെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് വിജയിച്ചിട്ടുണ്ടോ? എന്തിന്? ശബരിമലയിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി എന്തുണ്ടാക്കി? ശബരിമലയിൽ ഒരു വലിയ മീറ്റിംഗ് കൂടിയില്ലേ? ഇവിടെ എന്തുണ്ടായി? തിരിച്ചടിയിൽ അതിൽ അഴിമതി വന്നു. കോടികളുടെ എല്ലാത്തിനും കോടികൾ അഴിമതി നടത്തിക്കൊണ്ടാണ് എല്ലാ പരിപാടിയും നടത്തിയത്. ഏറ്റവും രസം എന്താ അറിയോ? കേരളത്തിൽ 3000 കോടി രൂപയാണ് അവർ ഇലക്ഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3000 കോടി വലിയ പ്രശ്നമുള്ളതാണോ? ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊരു 3000 കോടി ചിലവാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ 3000 കോടി ചിലവാക്കിയാൽ ഇനി 30 ലക്ഷം കോടി ഉണ്ടാക്കാനുള്ള പരിപാടി പിണറായി വിജയൻ അറിയാം. ഇവിടെയുള്ള അമ്പലങ്ങളിലുള്ള അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളിലുള്ള താഴിക്കുടങ്ങൾ ഓരോന്നും പിണറായി വിജയൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. ആ താഴിക്കുടങ്ങളിലുള്ള പവറുള്ള മെറ്റീരിയൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇരടിയം പവറുള്ള മെറ്റീരിയൽ കിട്ടിയാൽ കോടാനുകോടി രൂപ കിട്ടുമെന്ന് കണ്ട പിണറായി വിജയന് അറിയാം. അധികാരം ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് കൊലാലംപൂരിൽ അദ്ദേഹം പോയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഗണേശൻ്റെ കൂടെ. ഗണേശൻ അറിയായിരുന്നു ഈ കാര്യം. അപ്പോൾ അവർ ഈ കച്ചവടത്തിന് പോയ വഴിക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട്. വിദേശത്താണ് നിക്ഷേപമുള്ളത്. മകൻ അവിടെയാണല്ലോ, മരുമകനും മോൾ ഇവിടെയാണ്. മോളുടെ ധാരാളം കമ്പനികൾ വിദേശത്തുണ്ട് ഇപ്പം. അപ്പോൾ ഈ വിധത്തിൽ എല്ലാ തരത്തിലും പെട്ടുകിടക്കും. ഇതെല്ലാം ജനങ്ങൾക്ക് പഠിച്ചുപോയി.
അറിഞ്ഞ ഈ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുകയാണ് ജനങ്ങൾ. ഭരണവിരുദ്ധ വികാരം എല്ലാ മേഖലകളിലും ആഞ്ഞടിക്കുമ്പോൾ മുമ്പ് ലിഫ്റ്റ് കയറി മാത്രമേ 1ാം നിലയിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ ബസ്സിൽ ലിഫ്റ്റിൽ എസ്കലേറ്ററിൽ കയറി വേണം മുകളിൽ എത്താൻ, ബസ്സിൽ. ഇപ്പം അതൊക്കെ മാറി പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ തുടങ്ങി പിണറായി. ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ അധികാരം ഒഴിയാൻ പോവാ, സാറിന് ഇപ്പം എന്താണ് പിണറായിയോട് ഇത്രമാത്രം വൈരാഗ്യം എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് നാട്ടില്. ആ വൈരാഗ്യത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടല്ലോ. എനിക്കെന്ത് വൈരാഗ്യം? പിണറായി നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും, ചീത്ത ചെയ്താൽ ചീത്ത എന്ന് പറയും. പക്ഷെ അതിനോട് ഞാൻ പറഞ്ഞ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ പേരിൽ ഏതെങ്കിലും കേസ് സത്യമാണോ? അത്രയും വൃത്തികെട്ടവനാണ് പിണറായി വിജയൻ. ഈ പറയുന്ന ഡാഷ്മോനെ പറ്റുന്ന വേറെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയണ്ട. അപ്പൊ അദ്ദേഹം എന്നെ കള്ളക്കേസിൽ കുടുക്കി ഒരു പൊതു ഭരണധാരി എന്നെപ്പോലുള്ള ഒരു ആളെ, പത്രപ്രവർത്തകനെ, അദ്ദേഹത്തിനെതിരെ ലാവലിംഗ് കേസ് പുറത്തു കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ പേരിലല്ലേ എന്നെ കള്ളക്കേസിൽ കുടുക്കിയത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കളവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പിണറായി വിജയനെ കുറിച്ച് പിണറായി വിജയൻ ഉണ്ടാക്കിയുള്ള തെളിവുകളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അതിന് വിരോധം ഉണ്ടെന്ന് പറഞ്ഞ് വിരോധം പറഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്ന പരിപാടി എന്തിനാണ്? ഏറ്റവും എളുപ്പം എന്താ? മുമ്പ് എന്നെ പറയാറുള്ളത് ഈ ലാവലിംഗ് കേസ് ഉണ്ടെന്ന് ഞാൻ മഞ്ഞ പത്രക്കാരനാണ്, അശ്ലീല പത്രക്കാരനാണ്, മോശക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അധിക്ഷേപിക്കാനല്ലാതെ ഈ ലാവലിംഗ് കേസിൽ ഇന്നേ വരെ പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയ കേരളത്തിൽ ഒരു പത്രപ്രവർത്തകൻ താങ്കൾ തന്നെയല്ലേ? അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. ലാവലിംഗ് കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 375 കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ യഥാർത്ഥ പിക്ചർ കൊണ്ടുവന്ന് മാത്രമല്ല, മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വന്ന 75 കോടി രൂപ സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പണം മാറ്റിയ ആളാണ്, എന്നിട്ട് തട്ടിപ്പ് നടത്തിയ ആളാണ് പിണറായി വിജയൻ. അത് പിണറായി വിജയന് കൈ കിട്ടിയില്ല പൈസ പിന്നെ ദിലീപ് രാഹുലിനെ അങ്ങോട്ട് തന്നെ പസഫിക് കൺട്രോൾസിലേക്ക് ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അയാൾ അവിടുന്ന് ചില കേസുകൾ പെടുകയും അയാൾ മുങ്ങുകയും ചെയ്തു. അത് വേറെ പ്രശ്നം. പക്ഷേ ഇയാൾ അഴിമതി നടത്തിയ ആളാണെന്നുള്ളത് ഞാൻ ആദ്യമായി കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹത്തിന് അതിൻ്റെ വിരോധം ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ആ വിരോധം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിയമപരമായിട്ടാണ് നേരിട്ട്. അദ്ദേഹം വളഞ്ഞ വഴി കൂടെ ഗുണ്ടായിസമാണ് കാണിച്ചത്. ഞാൻ സത്യസന്ധമായി അദ്ദേഹത്തോട് കാര്യം പറയും. ഇപ്പം പറഞ്ഞതെല്ലാം ഏതെങ്കിലും കളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വിരോധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റുകയാണ് ഇങ്ങനത്തെ ആരോപണങ്ങളെ. ഒരാളെ പറ്റി പിണറായി വിജയനെ പോലുള്ള ഒരാൾക്ക് കൃത്യമായി സത്യസന്ധമായിട്ട് നമ്മൾ പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമ്മളകത്താവും. അത് എനിക്കെതിരെ എന്തുകൊണ്ടാണ് കേസ് ഫയലാത്തത്? ഞാൻ വെല്ലുവിളിച്ചല്ലേ പിണറായി ധൈര്യമുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യും. അല്ലാതെ ബീരുവിനെ പോലെ എൻ്റെ ഓഫീസ് ആക്രമിക്കല്ല വേണ്ടത്. കള്ളക്കേസിൽ കുടുക്കി അധികാരം ഉപയോഗിച്ച് എന്നെ അറസ്റ്റ് ചെയ്യല്ല വേണ്ടത്. അതല്ലേ തൻ്റെ ഇടം. ഇത് നട്ടലില്ലാത്ത ഒരു ഭീരുവായി ജീവി എന്നുള്ളത് ഞാൻ പിണറായി വിജയനെ വേറെ ഒന്നായി കണ്ടില്ല. അധികാരത്തിൽ ആർക്ക് വേണമെങ്കിലും ഏകാധിപതികളായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ എന്നോട് എന്താ ചെയ്യേണ്ടത്? നീതിപരമായിട്ട് പെരുമാറാൻ പഠിക്കണം. കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളെന്നുള്ള രൂപത്തിൽ വിരോധം കാണണം, എന്നെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവും, ഏത് കണ്ണുമുട്ടനും മനസ്സിലാവില്ലേ. അപ്പോൾ അതൊക്കെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയത്ത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിണറായി വിജയനെ പറ്റി സത്യസന്ധമായ കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ പറ്റി കള്ളം പറഞ്ഞാൽ അന്ന് എന്നെ അകത്താക്കുക അദ്ദേഹം, പിന്നെ ഞാൻ പുറത്തിറങ്ങില്ല. എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, സത്യമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡാഷ്മോനെ എന്ന് പറഞ്ഞാൽ ഞാനാണോ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം പിണറായി വിരുദ്ധത അതിശക്തമായിട്ട് ആഞ്ഞടിക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ. ഇപ്പം CPM-കാർ പോലും അയ്യോ ഇനി പിണറായി വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആദ്യ കാലഘട്ടങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ പിണറായി വിരുദ്ധത തുടങ്ങി വെച്ചത് താങ്കളാണല്ലോ എന്നുള്ളത്. 100% കേരളത്തിൽ പിണറായി വിജയനെതിരെ ആരും മിണ്ടാത്ത സന്ദർഭത്തിൽ സധൈര്യം അദ്ദേഹം നടത്തിയ അഴിമതിയോടെ ഞെട്ടിക്കുന്ന രേഖകൾ അടക്കമാണ് ക്രൈമിൻ്റെ 2005 ഫെബ്രുവരി 15 to 30 28 ലക്കം ഫെബ്രുവരി 5 പബ്ലിഷ് ചെയ്തത്. അതിൽ രേഖകളെല്ലാം എൻ്റെ കൈവശം ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി എൻ്റെ ഓഫീസ് ഗുണ്ടായിസം ഉപയോഗിച്ച് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് കത്തിക്കുകയും അതിൻ്റെ രേഖകൾ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അത് വെച്ചിട്ടാണ് പിണറായി വിജയൻ്റെ മോളെ കെട്ടിച്ചെടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആ രേഖകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ പിണറായി അകത്താവും. അങ്ങനത്തെ രേഖകളാണത്. അത് ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന നേതാവ് CIT-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് എനിക്ക് തന്നത്, വേറെ ആരുമല്ല. അദ്ദേഹത്തിന് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനമില്ലാന്ന് പിണറായി നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ രേഖ ഉണ്ടായതുകൊണ്ടാണ് മകനെ അവിടെ 3 കൊല്ലം നിർത്തിയത്. അല്ലെങ്കിൽ സിംഗപ്പൂരിൽ എന്തായിരുന്നു പിണറായിൻ്റെ മകന് പരിപാടി? പിണറായി തന്നെ സ്ഥിരമായിട്ട് സിംഗപ്പൂരിലേക്ക് ഇവിടുന്ന് കുടുംബസമേതം യാത്ര ചെയ്തത്. അവിടെ പാർട്ടി പരിപാടി ഉണ്ടോ? വേറെ എന്താ പരിപാടി? അന്ന് 5 പൈസ ഗതിയില്ലാത്ത ഒരാളായിരുന്നു പിണറായി. ഇന്ന് പിണറായി എന്ന് പറഞ്ഞാൽ ദുബായിലൊക്കെ പോയാൽ ഒരു ഫ്ലോർ അങ്ങോട്ട് ബുക്ക് ചെയ്യാണ് 7 സ്റ്റാർ ഹോട്ടലിൽ. ലക്ഷക്കണക്കിന് വാടകയാണ്
അതിന് ഇത് കൊടുക്കുന്നത്. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഇപ്പം പുറത്താക്കപ്പെട്ട TK ഗോവിന്ദൻ പോലും പറഞ്ഞത്, അദ്ദേഹം പോലും പോരാടുന്നത് പാർട്ടിക്കെതിരല്ല, പാർട്ടിയിലെ കുടുംബാധിപത്യം, ധിക്കാരം, ധാർഷ്ട്യം ഇതിനെ ചോദ്യം ചെയ്യുന്നതാണെന്നുള്ളതാണ് പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. പാർട്ടി നശിക്കാൻ പാടില്ല. പിണറായി പോലുള്ള മാഫിയ നേതാക്കന്മാർ, പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത ഈ നേതാക്കന്മാരെ പിടിച്ച് പുറത്താക്കണം. ഇത്തവണ അവർ തോൽക്കണം. എന്നിട്ട് അടുത്ത തവണ അവർ ഈ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് പുറത്താക്കി പാർട്ടി യഥാർത്ഥ പാർട്ടിയായിട്ട് 24 ക്യാരറ്റായിട്ട് പുറത്തു വരണം. അതേ നിലനിൽക്കുള്ളൂ. ഇത് ചില നേതാക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയായി മാറി. അവരെ സുഖലോലുപതായ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അവർക്ക് കോടികൾ സമ്പാദിക്കണം, തട്ടിപ്പ് നടത്താമെന്നല്ലാതെ വേറെ എന്താ ഉള്ളത്? പിണറായി വിജയൻ എന്താ നാടിന് ചെയ്ത ഒരു കാര്യം? നല്ല കാര്യം പറയൂ, പറച്ചിലല്ലാതെ. ഇവിടെ കൊണ്ടുവന്ന പദ്ധതികളൊക്കെ തന്നെ മെട്രോ റെയിൽവേ നമ്മുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ്. അല്ല, പാർട്ടിയെ ശരിക്കും ക്രിമിനൽ വൽക്കരിക്കുകയല്ലേ പിണറായി ചെയ്തത്? പാർട്ടിയെ ഇപ്പോൾ ക്രിമിനൽ വൽക്കരിച്ചു. ഒരു വിഭാഗം ആളുകൾ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ സകല മേഖലകളിലും കടന്നു കയറിയിരിക്കുന്നു. അവർ സ്ഥലം നികത്തുന്നതാണെങ്കിലും, പാറമട പൊട്ടിക്കുന്നതാണെങ്കിലും, വനത്തിൽ മരം മുറിച്ചെടുക്കുന്നതാണെങ്കിലും, അതേപോലെ ബലാത്സംഗം ചെയ്യുന്നതാണെങ്കിലും അതിനൊക്കെ കൊട്ടേഷനാണ്. ഇപ്പോൾ ഇവരെ വിചാരിച്ചാൽ കേരളത്തിൽ എന്തും സെറ്റിൽ ചെയ്യാം. അവരെ കൂടെ നിന്നാൽ മതി. ആളെ കൊല്ലണോ അവരോട് പറഞ്ഞാൽ മതി, പൈസ കൊടുത്താൽ അവർ അപ്പം ചെയ്തോളും. എത്ര തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ ഒറ്റ വേർഡ് വളരെ കറക്റ്റാണ്. CPMൻ്റെ നേതൃത്വം പ്ലസ് പിണറായി വിജയൻ്റെ കൂടെയുള്ള ആളുകൾ ക്രിമിനൽവൽക്കരിച്ചിരിക്കുന്ന ഗുണ്ടാ മാഫിയകളാണ്. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ട് അതിനെതിരെയാണല്ലോ കണ്ണൂരിലും അതേപോലെ കാസർഗോഡും ഇപ്പോൾ പാലക്കാടും ഇപ്പോൾ ആലപ്പുഴയിലും കൊല്ലത്തുമെല്ലാം പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതിനെ പാലക്കാട് സുരേഷിനെപ്പോലുള്ള VS അച്യുതാനന്ദൻ്റെ സെക്രട്ടറിമാരടക്കം മാറി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണ അണികൾ പിണറായി വിജയൻ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഡാഷ് മോനെ രേവന്ത പോലുള്ള പ്രയോഗങ്ങൾ വരുന്നത് TPയെ 51 വെട്ടുവെട്ടി കൊന്ന ആളുകളില്ലേ, അവരുടെ ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. പിണറായിയുടെ മുഖം എന്ന് പറഞ്ഞ് ചോര തെറിച്ച ചെന്നായുടേതാണ്. ക്രൂരതയാണ് ആ കണ്ണുകളിൽ. അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം തന്നെ ക്രൂരതയാണ്. ആരോടും വിധേയത്വമില്ല, ആരോടും സ്നേഹമില്ല. മറ്റേ ഇപ്പം മോഹൻലാൽ വന്ന് ചിരിക്കാൻ പഠിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം ചിരിക്കാനുള്ളതല്ല, കടിച്ചു കീറാനുള്ള മുഖമാണ് പിണറായി വിജയനുള്ളത്. അതിൻ്റെ ഭാഗമാണ് എൻ്റെ ഓഫീസ് കത്തിച്ചതും എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതെല്ലാം. അല്ലായിരുന്നു ഞാൻ എനിക്കെന്താ പ്രശ്നം? അദ്ദേഹത്തോട് എനിക്കൊരു വിരോധമുണ്ടോ? അദ്ദേഹം എന്നോട് വിളിച്ച് പറയാണ്, നന്ദകുമാർ ഞാൻ പബ്ലിഷ് ചെയ്തെല്ലാം കളവാണ്, എൻ്റെ പാകപ്പോടി കേൾക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് കവർ പേജായിട്ട് അന്ന് ക്രൈമിൽ പബ്ലിഷ് ചെയ്യില്ലേ? അപ്പോൾ എന്നെപ്പോലും പേടിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഭീരുവാണ്, കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, കൊലപാതകയാണ്. കൊലപാതകം എന്ന് ഞാൻ പറയാൻ കാരണം TP ചന്ദ്രശേഖരനെ കൊന്നതിന് പിന്നിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി അറിയാതെ ചെയ്യില്ല. എത്ര കൊലപാതകങ്ങൾ നടന്നു. ഞാൻ പല ആളുകളെയും കൊന്ന ആളുകളെ വീട്ടിൽ പോയിരുന്നു. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് അവസാനം നിർത്തുമ്പോൾ പാർട്ടിയെ ശുദ്ധികലശം ചെയ്യണമെങ്കിൽ പിണറായി മാറണം എന്നാണ്. പാർട്ടിയെ ശുദ്ധീകരിക്കാൻ പിണറായി മാത്രമല്ല, പിണറായി അടക്കമുള്ള ഒരു സംഘത്തെ ആട്ടി ഓട്ടിക്കണം. ആ പാർട്ടിയെ ശുദ്ധീകരിച്ചെടുക്കണം. ആര് പറയും പോലെ MABP പറയും പോലെ, MABP എന്നല്ല പറഞ്ഞ കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പല വിയോജിപ്പുണ്ടെങ്കിലും, ഞാൻ അദ്ദേഹമായി കേസ് നടത്തിയിട്ടുള്ളതാണെങ്കിലും, അദ്ദേഹത്തെ ഞാൻ കോർട്ടിലിട്ട് വിസ്തരിച്ചിട്ടുള്ളതാണെങ്കിൽ, അറിയിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും, ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് പ്രസക്തം. പാർട്ടി ശുദ്ധീകരിക്കണം, അല്ലാതെ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല, തോൽക്കണം.